വയനാട് പുൽപ്പള്ളിയിൽ വന്യജീവി ശല്യത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് കുറിച്ചിപ്പറ്റ സ്വദേശി ബിജു കാഞ്ഞിരത്തെങ്കൽ, അതുപോലെ പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിന് വിധേയമായിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, നമസ്കാരം. സുർജിത്ത്, എപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? യഥാർത്ഥത്തിലെ കർക്കശമായ തീരുമാനങ്ങളിലൂടെ ഈ വയനാട്ടിലെ പോലീസ് മുന്നോട്ട് പോവുകയാണോ? അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ സമാധാനപരമായ സമരം പിന്നീട് അത് അക്രമോത്സുക സ്വഭാവത്തിലേക്ക് പോയി. വനംവകുപ്പിൻ്റെ വാഹനം ആക്രമിച്ചു, വനംവകുപ്പ് ജീവനക്കാരെ മർദ്ദിച്ചു, പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞു, മാത്രമല്ല ജനപ്രതിനിധികൾക്ക് നേരെ കസാര എടുത്തെറിയുകയും ഒപ്പം തന്നെ കുപ്പികൾ വലിച്ചെറിയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് സമരം മാറിയതിന് പിന്നിൽ വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണമുണ്ട് എന്നുള്ള കരുതലാണ് പോലീസിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആ കേസുകളിലായി ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ തന്നെ 2 പേരെ പിടികൂടിയിട്ടുണ്ട്, 2 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരാൾ കുറിച്ചിപ്പറ്റ സ്വദേശി ഷിജു കാഞ്ഞിരത്തിങ്കൽ എന്നയാളാണ്, മറ്റൊരാൾ പുൽപ്പള്ളി സ്വദേശി വാസു. ഈ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് ഈ വാഹനത്തിന് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയത്. കാറ്റ് അഴിച്ചുവിട്ടതും ഒപ്പം തന്നെ ഷീറ്റുകൾ വലിച്ചു കയറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇത് ദൃശ്യങ്ങൾ സഹിതം, അതായത് വിവിധ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇനി CCTV ദൃശ്യങ്ങളുണ്ട് ആ മേഖലയിൽ. ആ CCTV എല്ലാം പരിശോധിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ആരാണ് അക്രമം നടത്തിയത് അവരെ എല്ലാം തന്നെ പിടികൂടി അത് കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു തീർപ്പിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് അതിന് ആഹ്വാനം നൽകുന്നതുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.